ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത് മൂന്നാർ പുഷ്പമേളയിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നു. നാടിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിൽ മാതൃകയായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത്. വിശദമായ വാർത്തയിലേക്ക്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് പതിവാണ്. പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആനച്ചാൽ 2ാം മൈൽ റോഡിലും ഗതാഗത കുരുക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. മൂന്നാറിന്റെ പ്രവേശന കവാടമായ ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിലൊന്നാണ് ആനച്ചാൽ. തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗതക്കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി. വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൗണിൽ കുരുക്ക് മുറുകും. കാൽനട യാത്രികർക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട്. മൂന്നാറിലേക്കുള്ള ടൂറിസ്റ്റ് പ്രവാഹം
ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ആനച്ചാൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അതീവ ജാഗ്രതയോടുകൂടി ഇത് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിരന്തരം പ്രശ്നങ്ങളാണ്. ഇവിടെ വീതിയുടെ പ്രശ്നമുണ്ട്. വഴിയുടെ വീതി കൂടുതൽ ആവശ്യമാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ പഞ്ചായത്തും PWDയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസിയാതെ തന്നെ അതിൻ്റെ എല്ലാം തീരുമാനമാകും. ആനച്ചാൽ ഇരുട്ടുകാനം, ആനച്ചാൽ 2-ാം മൈൽ, ആനച്ചാൽ മുതുവാൻകുടി റോഡുകൾ സംഗമിക്കുന്ന ടൗണിന് മധ്യഭാഗത്ത് പലപ്പോഴും വാഹനയാത്രകൾ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ്. പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ടൗണിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട്. പാർക്കിങ്ങിനിടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ്. ടൗണിനോട് ചേർന്നുള്ള ആൽത്തറ ജംഗ്ഷൻ ഭാഗത്തും തിരക്കേറുന്നതോടെ അഴിയാക്കുരുക്കാണ്. ഇത് കുഞ്ചിത്തണ്ണി ഭാഗത്ത് നിന്ന് ആടിക്കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു. ആനച്ചാൽ 2-ാം മൈൽ റോഡിലെ ഗതാഗതക്കുരുക്കും പ്രതിസന്ധിയാകുന്നുണ്ട്. തിരക്കേറുന്ന സമയങ്ങളിൽ ആനച്ചാലിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് അഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, ആനച്ചാൽ. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത് മൂന്നാർ പുഷ്പമേളയിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നു. ആദ്യ ദിനത്തിൽ മാത്രം 6000-ലധികം ആളുകളാണ് പുഷ്പമേള കണ്ടു മടങ്ങിയത്. ഈ മാസം 10 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. തെക്കിന്റെ കാശ്മീർ കാണാനെത്തുന്നവരെ കാത്ത് പൂക്കളുടെ വർണ്ണക്കാഴ്ചകളും ഒരുങ്ങിക്കഴിഞ്ഞു. DTPCക്ക് കീഴിലുള്ള ദേവികുളം റോഡിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് 10 ദിവസങ്ങളിലായി പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനത്തിൽ ഉൾപ്പെട്ട 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടർ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം. സിറ്റി വിഷൻ, മൂന്നാർ. നാടിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിൽ മാതൃകയായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത്. ദിവസേന നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പഞ്ചായത്തിന്റെ പാതയോരങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. വഴിയോരങ്ങളിലടക്കം പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും കുന്നുകൂടുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ. ഇടുക്കി ജില്ലയിലെ മാലിന്യ പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരുന്ന പഞ്ചായത്താണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ഒരു നാടും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി മാറി. എന്നാൽ ഇതുകൊണ്ടും പൂർണ്ണ പരിഹാരമായില്ല. ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി. ഇതിന് പരിഹാരം കാണാതെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുവാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ എത്തിയതോടെ ഗ്രാമപഞ്ചായത്ത് വഴിയോരങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് കൊളുക്കുമല ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 20 ലക്ഷത്തോളം മുടക്കി 100 കണക്കിന് ബോട്ടിൽ ബൂത്തുകൾ വഴിയോരങ്ങളിലും മറ്റുമായി സ്ഥാപിച്ചു. ഇത് നമ്മുടെ കൊളുക്കുമല ഫണ്ട് ഉപയോഗിച്ച ബോട്ടിൽ ബൂത്താണിത്. നമ്മളിവിടെ 100 എണ്ണം സ്ഥാപിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ തന്നെ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്ന സ്ഥലമാണ് ചിന്നക്കനാൽ പഞ്ചായത്ത്. ഇപ്പോൾ റോഡിൻ്റെ സൈഡുകളിൽ അവർ കൊണ്ടുവരുന്ന ബോട്ടിൽ കുപ്പികൾ വലിച്ചെറിയുന്നൊരു സാഹചര്യം കൂടുതൽ ഉണ്ടായതുകൊണ്ട് സമ്പൂർണ്ണ ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ദിനത്തിലാണ് നമ്മളിത് നമ്മുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അത് നമ്മൾ 100 എണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഇത് വെക്കുകയും കൃത്യമായി ഇതിൻ്റെ കളക്ഷൻ നടത്തിപ്പോരുന്നതാണ് പഞ്ചായത്ത്. വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോട്ടിൽ ബൂത്തുകളിൽ നിന്നും കൃത്യമായി പഞ്ചായത്ത് തന്നെ മാലിന്യം നീക്കം ചെയ്യുന്നുമുണ്ട്. ഹരിതാഭമായ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിന്റെ മണ്ണിലേക്ക് മാലിന്യം ഇനി വലിച്ചെറിയരുത്.
വരും തലമുറയ്ക്കായി ഈ നാടിനെ ഇങ്ങനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കൂടിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഗ്രാമപഞ്ചായത്ത്. ഇതോടൊപ്പം തന്നെ പൊതു ശൗചാലയങ്ങൾ അടക്കമുള്ള മറ്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് തയ്യാറെടുക്കുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. CPI അടിമാലി മണ്ഡലം സമ്മേളനം 5-6 തീയതികളിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായിട്ടാണ് CPI അടിമാലി മണ്ഡലം സമ്മേളനം നടക്കുന്നത്. 5 രാവിലെ 9:30 രജിസ്ട്രേഷന് ശേഷം 10:30 പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. പ്രമേയ അവതരണ ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPI പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള അടിമാലി മണ്ഡലത്തിലെ ബ്രാഞ്ച് ലോക്കൽ ഘടക സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മെയ് മാസം 5-6 തീയതികളിലായി അടിമാലി കാർഷിക വികസന ബാങ്കിൽ കാലം രാജ്യം എന്നവരിൽ പാർട്ടിയുടെ അടിമാലി മണ്ഡല സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് KK അഷ്റഫും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ ആദരിക്കുന്ന പരിപാടി പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് K സലീംകുമാർ നിർവഹിക്കും. ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KK ശിവരാമൻ, ജയ മധു, MY ഔസേബ്, ജോസ് ഫിലിപ്പ്, VK ധനപാൽ, P പളനിവേൽ, പ്രിൻസ് മാത്യു എന്നിവർ പ്രസംഗിക്കും. പ്രവർത്തന റിപ്പോർട്ട് മണ്ഡലം സെക്രട്ടറി KM ഷാജി അവതരിപ്പിക്കും. 6 മറുപടി പ്രസംഗം, മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, തുടർന്ന് ജില്ലാ പ്രതിനിധി തെരഞ്ഞെടുപ്പും മുതിർന്ന നേതാക്കളെ ആദരിക്കലും നടക്കും. വാർത്താ സമ്മേളനത്തിൽ KM ഷാജി, TJ ആൽബർട്ട്, NA ബേബി, രാരിച്ചൻ കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. വട്ടവട മേഖലയിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് A രാജ MLA അറിയിച്ചു. വട്ടവടയെയും കാന്തല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം മുമ്പ് മുന്നോട്ട് വെച്ചിരുന്നതാണെന്നും ഈ റോഡിന്റെ നവീകരണത്തിനായി തുക അനുവദിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും MLA പറഞ്ഞു. പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ, ഒന്ന് വട്ടവട പഞ്ചായത്തും അതുപോലെ കാന്തല്ലൂർ പഞ്ചായത്തും, കൂടലാർ വഴി കാന്തല്ലൂർ പഞ്ചായത്തെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ നന്നാക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഒത്തിരി ഫണ്ട് ആവശ്യം വരുന്നതാണ്. അപ്പോൾ നേരത്തെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഭാഗമായിട്ട് ഫണ്ട് അനുവദിക്കാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതിലേക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല, അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഇപ്പോൾ മറ്റ് റോഡുകൾ, തകർന്നു കിടക്കുന്ന മറ്റ് റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 18.85 കോടി രൂപ നിലവിൽ അനുവദിച്ചു. ഒന്ന് കോവിലൂർ ഒറ്റമറം പഴത്തോട്ടം ജംഗ്ഷന് വേണ്ടി 7.53 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ MLAയുടെ ഫണ്ടായിട്ട് ഒരു 95 ലക്ഷം രൂപ ആസ്തി വികസനത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ വർക്കുകളും ആരംഭിക്കുന്നു. ഇനിയൊരു ഇടവേള. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി വീട് പണിയൊക്കെ? ഒന്നും ആയില്ല. അമ്മക്ക് കുറച്ച് ട്രഡീഷണലാണ് വേണ്ടത്. അച്ഛനും അനിയനും കുറച്ചൊരു മോഡേൺ ടച്ച് വേണം. ചോയ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ കുറിച്ചാണ്. അതെന്താ? നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കൃത്യമായി സഹായിക്കാൻ പറ്റുന്നതും ചോയ്സ് ബിൽഡേഴ്സ് ആയിരിക്കും. ആണോ? കൊള്ളാലോ. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലിവേഷൻ, 3D ഡിസൈൻ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഉത്തരവാദിത്തത്തോടും. ഇവിടെ സർവീസ് ഉണ്ടോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സർവീസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആയതിനാൽ പേടിക്കേണ്ട ആവശ്യമില്ല.
കൃത്യമായ സമയത്ത് പണി തീർത്ത് താക്കോൽ അങ്ങോട്ട് കയ്യിലോട്ട് തരും. നീ അവരുടെ നമ്പർ ഒന്ന് തന്നെ. എടാ ഈ നമ്പർ നീ ഒന്ന് നോട്ട് ചെയ്ത്. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് നിന്നെ വിളിക്കാം. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. Contact 8606560526. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. വീണ്ടും വാർത്തയിലേക്ക്. ഉണ്ടായിരുന്ന പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. പുതിയ പാലം എന്ന പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം. മറുകര കടക്കാൻ നാട്ടുകാർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം. ദിവസേന 100 കണക്കിന് സഞ്ചാരികൾ എത്തുന്ന പൊന്മുടി തൂക്കുപാലത്തിലേക്ക് സഞ്ചാരികൾ എത്തുമ്പോഴും യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ നടപടിയില്ല. ഇത് ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലം. ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം. ഇവിടേക്ക് സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും കടന്നുവരവ് വർദ്ധിച്ചതോടെയാണ് കാലപ്പഴമയേറിയുള്ള പാലത്തിലൂടെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. വാഹന ഗതാഗതമില്ലെങ്കിലും സഞ്ചാരികൾ ഈ പാലം തേടിയെത്തുന്നുണ്ട്. നിലവിൽ ഒരു വശത്ത് സഞ്ചാരികളെ ഇറക്കി വാഹനം പൊന്മുടി ഡാംഗെട്ടിലൂടെ 2 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് മറുകരയെത്തിയാണ് സഞ്ചാരികളുമായി മടങ്ങുന്നത്. ഗതാഗതം നിരോധിച്ചതോടെ പല വാഹനങ്ങളും ഇവിടേക്കുള്ള സവാരി അവസാനിപ്പിച്ച് മറ്റു മേഖലകളിലേക്കാണ് സഞ്ചാരികളുമായി പോകുന്നത്. ഇതോടെ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന കച്ചവടക്കാരും പ്രതിസന്ധിയിലായി. വാഹന ഗതാഗതം നിലച്ചതോടെ ഇരുവശത്തുമുള്ള നാട്ടുകാരും ഏറെ ദുരിതത്തിലാണ്. പ്രദേശത്ത് പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ മണ്ണ് പരിശോധനയോടെ അവസാനിച്ചു. 2022-ലെയും 2023-ലെയും ബഡ്ജറ്റിൽ 10 കോടി രൂപയ്ക്കുള്ള പാലത്തിനുള്ള അനുമതിയും ടോക്കൺ പ്രൊവിഷനും വെച്ചതാണ്. പക്ഷേ 2024-25 ആയപ്പോൾ അതിന് ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇതുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 MLA-മാർക്ക് അവകാശപ്പെട്ടതാണ്. അത് ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ MLA എന്ന നിലയിൽ MM മണി അവറുകളും അതുപോലെ ഇടുക്കി നിയോജകമണ്ഡലത്തിലേക്ക് കടക്കുന്ന ഒരു പാലം എന്ന നിലയിൽ റോഷി അഗസ്റ്റ്യൻ MLA, അദ്ദേഹം ഇപ്പോൾ മന്ത്രി കൂടിയാണ്, അദ്ദേഹം ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇതൊരു നാടിൻ്റെ ആവശ്യമാണ് എന്ന് ഭരണാധികാരികൾ കണ്ട് ഈ കാര്യത്തെ നിലപാടുകൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകളുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ആളുകൾ പറയുന്നത് ഞങ്ങളിനി ഈ പാലത്തിൻ്റെ മുമ്പിൽ അനിശ്ചിതകാല സമരം പോലും ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തൂക്കുപാലവും സംരക്ഷിക്കുന്നതിനും പുതിയ പാലം നിർമ്മിക്കുന്നതിനും നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. കരാറുകാരന്റെ അനാസ്ഥയിൽ ദുരിതം അനുഭവിക്കുകയാണ് ഇടുക്കി ശാന്തമ്പാറ പഞ്ചായത്തിലെ 3 വാർഡുകളിലെ ആയിരക്കണക്കിന് വരുന്ന നാട്ടുകാർ. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം റോഡ് ടാറിങ്ങിന് പണം അനുവദിച്ചെങ്കിലും കാലാവധി കഴിയാറായിട്ടും പണി പൂർത്തീകരിക്കാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ല. ഉണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ച് സോളിംഗ് നടത്തിയതല്ലാതെ കഴിഞ്ഞ 2 വർഷമായി കരാറുകാരൻ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരാതി നൽകാൻ ഇനി ഒരിടവും ബാക്കിയില്ല. തകർന്നു കിടന്ന ശാന്തമ്പാറ പഞ്ചായത്തിലെ 4 കിലോമീറ്ററോളം വരുന്ന ചേരിയാർ പള്ളിക്കുന്ന് റോഡ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,85,00,000 രൂപ ഫണ്ട് അനുവദിച്ച് കരാർ നൽകിയത് 2023-ലാണ്.
ഇതിനുശേഷം കരാറുകാരൻ ചെയ്തത് റോഡ് പൂർണ്ണമായും കുത്തിപ്പൊളിച്ച് മെറ്റൽ നിരത്തി. ഇതോടെ ഇതുവഴി കാൽനട പോലും കഴിയാത്ത അവസ്ഥയിലെത്തി. നിലവിൽ വേനൽ മഴ പെയ്തതോടെ റോഡ് പലയിടത്തും തോടായി മാറി. കരാറുകാരൻ ആദ്യഘട്ടം മുതൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ കരാർ കാലാവധി അവസാനിച്ചു. തുടർന്ന് 3 മാസം കൂടി കൂട്ടി നൽകിയിട്ടുണ്ട്. വരുന്ന ജൂൺ 15 ഈ കാലാവധിയും അവസാനിക്കുമെന്നിരിക്കെ പണികൾ തുടങ്ങുന്നതിന് കരാറുകാരൻ തയ്യാറായിട്ടില്ല. ജോലികൾ ആരംഭിക്കാത്തത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ ഇയാൾ ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ്. ജൂണിന് മുമ്പ് പണി ആരംഭിച്ചില്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും കഴിയില്ല. നിലവിൽ ഈ മാർച്ച് 15-ാം തീയതി 2 വർഷത്തെ കാലാവധി കോൺട്രാക്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം PMGSYയുടെ നിയമം അനുസരിച്ച് 3 മാസം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഏതാണ്ട് ജൂൺ 15-ാം തീയതിയോടുകൂടി ഈ റോഡിൻ്റെ കാലാവധി അനുവദിച്ച് തന്നിരിക്കുന്ന അനുസരിച്ച് തീരുന്ന സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലമായി ഇതിലെ ഒരു സ്കൂൾ ബസ്സുകളോ സാധാരണക്കാർക്കോ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഓട്ടം വിളിച്ചാൽ ടാക്സി വാഹനങ്ങളോ ഇതുവഴി വരില്ല. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും നാട്ടുകാർ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. നിലവിൽ നിർത്തിയിരിക്കുന്ന കരിങ്കൽ കെട്ടടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും അശാസ്ത്രീയമായിട്ടാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് പരിഹരിച്ച് മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി മില്ലുംപടിയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ചെറുപറമ്പിൽ ജോർജിന്റെ കോഴിക്കൂട്ടിൽ നിന്നും ഗിനിപ്പന്നിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയത്. അടിമാലി ഫോറസ്റ്റ് റേഞ്ച് സ്നേക്ക് റെസ്ക്യൂവർ കെ ബുൾബേന്ദ്രനാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പള ഓഡിറ്റ് 1 വനമേഖല ഭാഗത്ത് പിടികൂടിയ പാമ്പിനെ തുറന്നുവിട്ടു. അടിമാലി ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽപ്പെടുന്ന മില്ലുംപടിയിൽ നിന്നുമാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. മില്ലുംപടി ചെറുപറമ്പിൽ ജോർജിന്റെ വീട്ടിലെ കോഴിക്കോട്ടിലെ ഗിനിപ്പന്നിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയത്. രാവിലെയാണ് വീട്ടുകാർ 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കോഴിക്കോടിന്റെ സമീപത്തായി കണ്ടെത്തിയത്. വീട്ടുകാർ അടിമാലി ഫോറസ്റ്റ് സ്നേക്ക് റെസ്ക്യൂർ കെ ബുൾബേന്ദ്രനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തു. കുമ്പാറ റേഞ്ച് പരിധിയിൽ അടിമാലി മില്ലുംപടി ഭാഗത്ത് ചെറുപറമ്പിൽ ജോർജിൻ്റെ വീടിൻ്റെ പുറകുവശത്തായിട്ട് കോഴിക്കൂട്ടിൽ ഈ കൂട്ടിലെ ഗിനിപ്പന്നിയാണ്. ഇതിനെ വിഴുങ്ങിയ രീതിയിൽ ഒരു വലിയ മൂർഖനെ കണ്ടു എന്നും പറഞ്ഞ് രാവിലെ ഞങ്ങൾക്ക് ഫോൺ വരികയുണ്ടായി. ഞങ്ങൾ സ്ഥലത്തെത്തി ഇതിനെ റെസ്ക്യൂ ചെയ്തു. 6 വയസ്സ് പ്രായമുള്ള ഒരു പെൺമൂർഖനാണ്. തുടർന്ന് പാമ്പള ഓഡിറ്റ് 1 വനമേഖലയിൽ പാമ്പിനെ തുറന്നുവിട്ടു. സിറ്റി വിഷൻ, അടിമാലി. പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിലും ജോലി തുടരുവാൻ കഴിയാത്ത സാഹചര്യത്തിലും INTUC, KPW, HRPE യൂണിയനുകൾ പ്രതിഷേധം ശക്തമാക്കുന്നു. 7-ാം തീയതി വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോപ്സ് കമ്പനി വക പീരുമേട്ടിലെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് 4 മാസമായി ശമ്പളം നൽകാതെ തങ്ങളുടെ ഉപജീവനമാർഗമായ ജോലി തുടരുവാൻ സാധിക്കാതെ വീണ്ടും ജീവിത ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നയമാണ് പോപ്സ് മാനേജ്മെന്റ് സ്വീകരിച്ചു വരുന്നത്. തൊഴിലാളികളുടെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി നടന്ന മന്ത്രിതല ചർച്ചയും വിഫലമായിരിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുവാനിരിക്കെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതടക്കമുള്ള ഭാരിച്ച ചിലവുകളും വരുവാനിരിക്കെ തൊഴിലാളികളുടെ ജീവിതം നരകപൂർണമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് INTUC, KPW, HRPE യൂണിയനുകൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. പോപ്സ് മാനേജ്മെന്റിന്റെ നിഷേധ നിലപാടിനെതിരെയും വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നയത്തിനെതിരെയും 7-ാം തീയതി വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോപ്സ് എസ്റ്റേറ്റ് വക തോട്ടങ്ങളിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവത്തെ പ്രതിഷേധിച്ചുകൊണ്ട് INTUCയുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ ഈ മാസം 7-ാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞും 2 മണി മുതൽ വണ്ടിപ്പെരിയാറ്റിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട്
പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. ഓക്സ് എസ്റ്റേറ്റ് വക തോട്ടങ്ങളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് 4 മാസത്തെ ശമ്പളം കൊടുക്കാത്ത ഒരു ദുസ്ഥിതി അവിടെ തുടരുന്നു. തൊഴിലാളികൾ പട്ടണങ്ങളിലേക്ക് നീങ്ങുകയാണ്. തൊഴിലാളി യൂണിയൻ നേതാവും സ്ഥലവാസിയുമായ പീരുമേട് MLA തൊഴിൽ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നും നേതാക്കൾ ആരോപിച്ചു. വണ്ടിപ്പെരിയാർ KPW യൂണിയൻ ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ HRP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ്, KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, നേതാക്കളായ S ഗണേശൻ, N മഹേഷ്, KS വിനോദ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത് മൂന്നാർ പുഷ്പമേളയിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നു. നാടിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിൽ മാതൃകയായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.